ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചിക്കൻ കൊണ്ടൊരു വിഭവം ഉണ്ടാക്കാമേ. അത് നിങ്ങളെ കാണിക്കാമേ. അതിനായിട്ട് ഞാൻ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെയാണ് പീസ് എടുക്കേണ്ടത്. അതിലേക്ക് നമ്മുടെ ആവശ്യത്തിന് ഉപ്പ്, ഞാൻ ഒരു സ്പൂൺ ഉപ്പിട്ട്, നമ്മുടെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് പെപ്പർ, നല്ല പൊടിച്ച് വെച്ചിരുന്ന പെപ്പർ 1 സ്പൂൺ, കുറച്ച് തൈര്, ഒരു 2 സ്പൂൺ തൈര് ഞാൻ ഒഴിക്കുന്നുണ്ട്. 2 സ്പൂൺ തൈര്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണേ. നന്നായിട്ട് എല്ലാ പീസിലും നന്നായിട്ട് പിടിക്കണം. അങ്ങനെ നമുക്ക് ഇതെല്ലാം കൂടി ഇങ്ങനെ പുരട്ടി, ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയോടെ ഇട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 1/2 മണിക്കൂർ നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അതിലോട്ട് ഒരു 2 സ്പൂൺ കോൺഫ്ലവർ, കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗ്, നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഓക്കെ. ഇത് ഒരു 1/2 മണിക്കൂർ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇനി ഒരു 1/2 മണിക്കൂറും കൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പാൻ വെച്ചു, കുറച്ച് എണ്ണ അതിലോട്ട് ഒഴിച്ചു. എണ്ണ നന്നായിട്ട് തിളയ്ക്കണം. തിളയ്ക്കുമ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലോട്ടിടാം. ഇത് നല്ല മൂത്ത് നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആകുമ്പോൾ ഇത് നമ്മൾ എടുക്കണം. നമ്മൾ എടുക്കുവാണ്. പാൻ വെച്ച് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു. ഓയിൽ ചൂടാകുമ്പം അതിലോട്ട് കുറച്ച് ഗാർലിക് കട്ട് ചെയ്തത്, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, നന്നായിട്ട് ബ്രൗൺ ആകണ്ട, കുറച്ച് വഴന്നാൽ മതി. അതിലേക്ക് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ പെരുംജീരകം പൊടിച്ചത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഉപ്പ്. ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടുള്ളതുകൊണ്ട് കുറച്ച് ഉപ്പ് മതി, കുറച്ച് ഉപ്പ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. നന്നായിട്ട് മൂത്തു. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇത്ര വെള്ളം ഒഴിച്ച് ഇതൊന്ന് നല്ലതായിട്ട് കുറുകി വരാനായിട്ട് വിടാം. അതിൽ 1 സ്പൂണ് നമ്മുടെ സോയാ സോസ് ഒഴിച്ചാണ് മിക്സ്. ഇനി ഇതിലോട്ട് ഒരു 2 സ്പൂണ് കട്ട തൈര്, അതും ഒന്ന് ചൂടായി വരട്ടെ. അതെല്ലാം നല്ല കുഴഞ്ഞ് വരുമ്പോൾ അതിലോട്ട് നമ്മുടെ ഈ ചിക്കൻ, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ചിക്കൻ അതിലോട്ട് ഇടണം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്. അതിലോട്ട് കുറച്ച് നമ്മുടെ മല്ലിയില കട്ട് ചെയ്തത് ഇട്ടു, ഇച്ചിരി സെലറിയുടെ ഇല കൂടെ. ഓക്കെ, ഏകദേശം കഴിഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഒരു 2 മിനിറ്റ്സ് ഒന്ന് ഫ്രീ ആയി വിടാം. നമ്മുടെ ഹൈദരാബാദ് മജസ്റ്റിക് ചിക്കൻ റെഡി ആയിരിക്കുന്നു. നല്ല മണമുണ്ട് കേട്ടോ, നല്ല രുചിയുണ്ട്. അത് നോക്കട്ടെ. ഇത് നല്ല സോഫ്റ്റാണ്, നോക്കണ്ടോ, നല്ല സോഫ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, സൂപ്പർ. നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കട്ടെ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണേ. ഓക്കെ, ബൈ.